രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നവി മുംബൈ സെന്റർ, ഖാർഗർ, സെന്റ് തോമസ് മാർത്തോമാ സേവികാ സംഘത്തിലെ അംഗങ്ങളായ ഞങ്ങൾ ഇവിടെ റൂത്തിന്റെ മനോഹരമായ കഥയെക്കുറിച്ചുള്ള ഒരു മ്യൂസിക്കൽ സ്കിറ്റ് അവതരിപ്പിക്കുന്നു. വിളവെടുപ്പ് കാലം സന്തോഷത്തിന്റെ അനുഭവമാണ്. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്കും വിശ്വസ്തതയ്ക്കും അവന്റെ കരുതലിനും നന്ദി പറയുവാനുള്ള സമയം. റൂത്തിന്റെ കഥ നന്ദിയുടെയും വിശ്വാസത്തിന്റെയും മനോഹരമായ പ്രതിഫലനമാണ്. ദൈവത്തോടൊപ്പം വിശ്വസ്തയോടെ നടക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെ ദുഃഖത്തെ സന്തോഷമായും ശൂന്യതയെ സമൃദ്ധിയായും മാറ്റാൻ കഴിയുമെന്ന് ഇത് നമ്മോട് പറയുന്നു. വളരെ കാലം മുൻപ് ബേത്ലഹേം ദേശത്ത് എലീമേലേക്ക് എന്നൊരു പുരുഷനും ഭാര്യ നവോമിയും താമസിച്ചിരുന്നു. അവരുടെ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അവർ തങ്ങളുടെ 2 ആൺമക്കളായ മഹ്ലോനെയും കില്യോനെയും കൂട്ടി മോവാബ് എന്ന വിദൂര ദേശത്തേക്ക് താമസം മാറ്റി. അവിടെ അവരുടെ മക്കൾ 2 മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു, ഓർപ്പയും രൂത്തും. എന്നാൽ താമസിക്കാതെ നവോമിക്ക് ഭർത്താവിനെയും 2 ആൺമക്കളെയും നഷ്ടപ്പെട്ടു. ഹൃദയം തകർന്ന നവോമി തന്റെ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഓർപ്പ കണ്ണീരോടെ തിരിച്ചു പോയെങ്കിലും റൂത്ത് നവോമിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോകും. നിന്റെ ജനം എന്റെ ജനമായിരിക്കും, നിന്റെ ദൈവം എന്റെ ദൈവമായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നിയപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച ആഴമായ വിശ്വാസവും ധൈര്യവുമുള്ള ഒരു സ്ത്രീയായ റൂത്തിന്റെ ഹൃദയസ്പർശിയായ കഥ കൊയ്ത്തുകാലം വന്നിത വിളവെടുപ്പിന് കാലമായി എന്ന ഗാനത്തിലൂടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു.
റൂത്തിന്റെ വിശ്വസ്തയെ ദൈവം അനുഗ്രഹിച്ചു. ബേത്ലഹേമിലെ വയലുകളിൽ അവൾ ബോവസിനെ കണ്ടുമുട്ടി. അവൻ അവളോട് കരുണയും കൃപയും കാണിച്ചു. ബോവസ് രൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. താമസിയാതെ അവർക്ക് ഒരു മകൻ ജനിച്ചു, ഓബേദ്. നവോമി കുഞ്ഞിനെ കൈകളിൽ എടുത്തപ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. ഓബേദിന്റെ മകനാണ് ഇശായി. ഇശായിയുടെ മകനായിരുന്നു ദാവീദ് രാജാവ്. തലമുറകൾക്ക് ശേഷം ഈ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു ജനിച്ചത്. അങ്ങനെ ഒരു വിദേശ സ്ത്രീയായ രൂത്ത് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയുടെ ഭാഗമായി ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷാപദ്ധതിയും അവരിൽ ആശ്രയിക്കുന്ന എല്ലാവരിലും വ്യാപരിക്കുന്നുവെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. വിശ്വാസത്തിലും അനുസരണത്തിലും വിതയ്ക്കുമ്പോൾ രൂത്തിന് ലഭിച്ചതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും സമൃദ്ധമായ വിളവെടുപ്പ് നൽകി തരുമെന്ന് നമുക്കും ഓർക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയ്ക്ക് നമ്മുടെ വേദനകളെയും കാത്തിരിപ്പിനെയും അവൻ്റെ കൃപയുടെ അത്ഭുതകരമായ വിളവെടുപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന സത്യത്തെ സ്മരിച്ച് ഈ ക്രിസ്മസ് കാലത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം.